RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുദ്ധ അസംബന്ധം പറയാൻ മടിയില്ലാത്ത ആളാണ് സതീശനെന്നും അക്കാലത്ത് RSS ആക്രമണത്തിന്റെ ടാർഗറ്റായിരുന്നു താനെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറുമെന്ന EMSന്റെ നയമാണ് പിണറായിക്കെന്നും ഡീൽ പുറത്തു വന്നതോടെ LDF പരുങ്ങല്ലെന്നും മുസ്ലിം ലീഗ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും CPIM BJP ഡീൽ എന്ന ആരോപണത്തിൽ ചുറ്റിത്തിരിയുകയാണ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം. ഡീൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ പോരാടുന്ന മുഖ്യമന്ത്രി ഇന്നും വി ഡി സതീശനെ തന്നെയാണ് ലക്ഷ്യമിട്ടത്. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാര്യം. CPIM BJP ഡീൽ ആരോപണത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. അല്ല, അവര് ഉദ്ദേശിച്ചത് ആളുകളെ പറ്റിക്കാനാണ്. അങ്ങനെ പറ്റാത്ത സ്ഥാനാർത്ഥികളെ ലൈറ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ ഇട്ട് ആളുകളെ പറ്റിക്കാന്നാണ് വിചാരിച്ചത്. അത് ആളുകൾക്ക് മനസ്സിലായ പിന്നെ ആളുകൾ തിരിഞ്ഞു വോട്ട് ചെയ്യൂലേ. BJPയുമായുള്ള ഡീൽ തെളിയിക്കാൻ KC വേണുഗോപാലിനെ VS സുനിൽകുമാർ വെല്ലുവിളിച്ചു. DCC പ്രസിഡന്റിനെയും അന്നത്തെ TN പ്രതാപനെയും സംഘടന നടപടിയെടുത്ത് എന്തുകൊണ്ടാണെന്നും അതോടൊപ്പം അന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി KPCC അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ബഹുമാന്യ KC വേണുഗോപാൽ തയ്യാറുണ്ടോ? ഡീൽ വിഷയത്തിൽ ഇടതുമുന്നണിയെ കടന്നാക്രമിക്കുന്ന പ്രതികരണം ലീഗ് നേതാക്കൾ ആവർത്തിക്കുകയാണ്. ആരെ പിടിച്ചിട്ടെങ്കിലും പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തില്ല. ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഡീൽ ആരോപണം PR ഏജൻസി എഴുതി കൊടുക്കുന്നതാണെന്നാണ് CPIMന്റെ പ്രതികരണം. ഈ വി ഡി സതീശനെ ഈ കൈ ഇങ്ങെടുത്ത് കാണിക്കുന്നത്, ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതും മുഖം തിരിക്കുന്നതും അതെല്ലാം അവർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ PR ഏജൻസി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PR ഏജൻസി പറയുന്നതനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീൽ ആരോപണത്തിൽ നിന്ന് കുതിരിമാറാൻ CPIM ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരോപണം ആവർത്തിച്ച് പ്രതിരോധത്തിലാക്കാനാണ് UDFന്റെ ശ്രമം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.